ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവരെയും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് ജോജു ജോർജും അർജുൻ അശോകനും ചേർന്ന് അഭിനയിക്കുന്ന ഷാജി കൈലാസ് മൂവി വരവ്. അതിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്, നമുക്കത് കാണാം. എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും. എനിക്കിതുപോലെ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉറക്കം വരാത്ത ചില ഊളച്ചെറ്റാണുണ്ട് ഈ നാട്ടിൽ. ഇതിന്റെ തുടക്കം തന്നെ ഫുള്ളും വയലൻസ് ആണല്ലോ. ഫുള്ള് കാറ് പൊട്ടിത്തെറിക്കും, വെടിവെപ്പും അപ്പോകയും അങ്ങനെയാണ്. പക്ഷേ അവരെ എൻട്രി മാത്രം കാണിച്ചിട്ട് പോയെന്നേ ഉള്ളൂ. ഇപ്പോൾ പോളച്ചൻ 10 ദിവസത്തെ പരോളിന് ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. നമുക്ക് പണിയാവൂ. ഈ പൊളച്ചനാരാണ്? പൊളച്ചനാരെന്ന് പറഞ്ഞൂടാ, പക്ഷേ ഈ ടീച്ചറിലും ഈ സീൻ ഉണ്ടായിരുന്നു, ഈ പരോളിന്റെ ഒരു സീന്. അപ്പോൾ അതിന് നല്ലൊരു പ്രാധാന്യം കാണും. അത് ചിലപ്പോൾ ജോജോ ആവാം, ചിലപ്പോൾ അർജുന അശോകനാവാം. കുറച്ചു കാലമായിട്ട് സോൾവ് ചെയ്യാതെ വിടുന്നൊരു പ്രശ്നം. അവനാരാ പോലീസ്? ഒരു കൊലക്കേസ് പ്രതിയാണ് മാഡം. ഇപ്പൊ പരുള്ള അത് വിട്ടുകളയില്ല. എല്ലാ മൂവിയിലും ഒരേപോലെ. പക്ഷെ കൊള്ളാം കേട്ടോ, അവന്റെ ഒരു ലുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇതുണ്ട്, മാസ് ലുക്കേ. കുറേ വണ്ടികൾ കാണും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേസിങ്ങും, അതായിരിക്കും മൊത്തം മൂവിയിൽ സീന്. ആ പരോള് ക്യാൻസൽ ചെയ്യാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യും. ആ വില്ലിയുടെ പ്രതികാരം നമ്മളെ കാട്ടപ്പട്ടണം തീർത്തിട്ടാണ്. ചേട്ടായി വന്നതിന്റെ കൂട്ടത്തില് കാണാതെ പോയ കുഞ്ഞാങ്ങളെയും തിരിച്ചെത്തുന്നു കേട്ടു. ഇത് കാണുമ്പോൾ തന്നെ അവന്റെ ഒരു ഫൈറ്റ് ഒക്കെ കാണുമ്പോൾ ഒരു ഫീല് വരുന്നുണ്ട്. ഓരോ ഇടിയും അതിന്റെ ഒരു ഫീല് വരുന്നുണ്ട്. സംഭവം നമുക്കൊരു മൂവി കാണുമ്പോൾ ആ മാസ് സീനെല്ലാം കറക്റ്റായിട്ട് കിട്ടുമെന്ന് തോന്നുന്നു. വെപ്പനെ പോലെ അതേ ഒരു പവറുണ്ട്. എനിക്ക് തോന്നുന്നത് അർജുൻ അശോകൻ അവന്റെ അനിയനായിട്ടാണെന്ന് തോന്നുന്നു ഇതില് വേഷം ഉള്ളത്. അത് പോയിട്ട് ഇവരൊരു ഫാമിലി ആയിരുന്നു. എന്തോ പ്രശ്നമുണ്ട് ഇതില്, എന്തോ പ്രശ്നമുണ്ട്. ആരൊരാൾ ജയിലിൽ പോയിട്ടുണ്ട്. பிரச்சனை அந்த பையன் இல்லை, அவங்க அண்ணன். கவலைப்படாதீங்க சார், நான் பார்த்துக்கிறேன். இத்தவணை யோகாന്റെ ഇവിടെ നിൽക്കാം. ഈ സീൻ കണ്ടപ്പോൾ അർജുൻ അശോകന്റെ എന്തോ പ്രശ്നം കൊണ്ട് ജോജു ഇടയിൽ കയറി വരുന്നതായിട്ടാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇയാളായിരിക്കും ജയിലിലോട്ട് പോയത്, ആ പ്രശ്നം കൊണ്ട്. ജോജു അങ്ങനെ ആയിരിക്കണം. 5 പേരെ ഐസിയിൽ കിടക്കണേ, ഒരെണ്ണത്തിന്റെ പോലും സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറ്റില്ല. കണക്ക് ചോദിക്കാൻ ഇറങ്ങിയ പിന്നെ പേടിച്ചിട്ട് കാര്യമില്ല. ജോജു ജോർജ് അടിച്ചായിരിക്കും 5 പേര് ആശുപത്രി കിടക്കുന്നത്. അപ്പം ബാബുരാജ് പോലീസായിട്ടായിരിക്കും വരുന്നത്. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഈ മൂവിയില് പോലീസ് ഡ്രസ് ഇടുമ്പോ നമുക്ക് പോലീസായിട്ടായിരുന്നല്ലോ തോന്നും. അത് പോയിട്ട് ഇത് ഗുണ്ടകളുണ്ടല്ലോ, ഗുണ്ടകൾ ചിലപ്പോൾ അർജുന അശോകൻ എന്തെങ്കിലും ചെയ്ത് കാണും. അപ്പൊ ഇവനെ രക്ഷിക്കാൻ വേണ്ടി ഒന്നായിരിക്കുമോ? അങ്ങനെയും നമുക്ക് നോക്കാം. എന്തായാലും മൂവി കാണുമ്പോൾ അറിയാലോ. റിവെഞ്ച് എടുക്കുന്ന ഹീറോകളെ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ അവരെ നിയമത്തിന് ഇഷ്ടമല്ല. ഇതിന്റെ പേരിൽ തെമ്മാടിക്കുഴി പോയി കിടക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് ഓക്കെ. നമ്മളെ ചതിച്ചവരുടെ എണ്ണ എടുക്കുമ്പോൾ നമ്മൾ ചതിച്ചവരുടെ മുഖങ്ങൾ. ഈ റിവെഞ്ച് എടുക്കുക എന്ന് പറഞ്ഞാൽ അർജുൻ അശോകൻ ചിലപ്പോൾ മരിച്ചാണോ? അതിന്റെ റിവെഞ്ച് എടുക്കാനായിരിക്കുമോ ജോജു വരുന്നത്? അറിയാൻ പാടില്ല. അങ്ങനെ ചെറിയ വേഷം കിട്ടുമോ? അങ്ങനെ ചെറിയ വേഷം ചെയ്യുമോ അർജുന അശോകൻ? ഇല്ല, അവന് ഹാഫ് ടൈം ഫുള്ളും കാണും, എന്നിട്ടായിരിക്കും ഇതാവണേ. ഒരു വലിപ്പം ഉണ്ടാവും. എന്നെ തിട്ടപ്പെടുത്തട്ടെ സാറേ, എന്നാലല്ലേ കർത്താവിന്റെ കണക്കുമായിട്ട് അങ്ങ് ഒത്തുപോകും. സിസ്റ്റർ, നിങ്ങളുടെ കുടുംബത്തിൽ ശരിക്കും എന്താ സംഭവിച്ചത്? ഇത് നല്ല അർജുൻ അശോകനല്ല കൊല്ലണ, ഈ സിസ്റ്ററിനെ ആയിരിക്കും. അങ്ങനെ മാത്രമല്ല, ഇവരൊക്കെ മൂന്നര ഒരു ഫാമിലിയാണ്. അത് തന്നെ, ഇതില് ആരെങ്കിലും ഒരാൾ മരിക്കുമായിരിക്കും. അതിന്റെ റിവെഞ്ച് ആയിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ ആയിരിക്കണം. ആദ്യം അർജുൻ അശോകൻ വരുമായിരിക്കും ഈ സിസ്റ്ററിനെ കൊന്നു ഇത് ചോദിക്കാൻ. അപ്പൊ അവൻ പോയി പ്രശ്നത്തിൽ വീഴുമ്പോൾ ജോജു വരുമായിരിക്കും. ഇത് പക്ഷേ എല്ലാവർക്കും മനസ്സിലാവുന്ന കഥ പോലെ തോന്നുന്നല്ലോ. അങ്ങനെയല്ല, എന്നാലും ട്വിസ്റ്റ് ഒക്കെ കാണും. മേക്കിങ് സൂപ്പറാണ്. മേക്കിംഗ് ഒക്കെ കൊള്ളാം, പക്ഷേ എന്തോ എനിക്ക് കഥ മനസ്സിലാവണ പോലെ തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല. ഒരു മേക്കിംഗ് സൂപ്പറാണ്. എന്തായാലും നോക്കാം. എന്തൊരു ടെസ്റ്റ് ഉണ്ട്.